all നമ്മുടെ ഓഡിറ്റിങ്ങിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റേർണൽ ചെക്കിനെ കുറിച്ചിട്ടാണ്. ഇൻറ്റേർണൽ ചെക്ക് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ കമ്പനിയിൽ ഒരു സിംഗിൾ വർക്ക് ഒരു എംപ്ലോയിനെ കൊണ്ട് മാത്രം കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാതെ അത് ബ്രേക്ക് ചെയ്ത് വലിയൊരു വർക്കിനെ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഒരു എംപ്ലോയി ചെയ്ത വർക്ക് മറ്റേ എംപ്ലോയി ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും. പക്ഷേ ഒരിക്കലും അത് റിപ്പീറ്റേഷൻ അല്ല. ഒരു എംപ്ലോയിൻ്റെ വർക്ക് ഒരു എംപ്ലോയി തന്നെയാണ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിൽ നമ്മുടെ ഇൻറ്റേർണൽ ചെക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റിയിലും മാനിപ്പുലേഷന്, അതുപോലെ മിസ്അപ്രോപ്രിയേഷനും അതുപോലെ ഫ്രോഡും ആക്ടിവിറ്റീസൊക്കെ കൂടാൻ വളരെ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കമ്പനീൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റെസീപ്റ്റ്സും ഉണ്ട്, പേയ്മെൻറ്റും ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നതുണ്ട്, അതുപോലെ നമ്മളെ കമ്പനി അങ്ങോട്ട് പേ ചെയ്യുന്നുമുണ്ട്. എല്ലാത്തിനും മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്യാഷ് റെസീപ്റ്റ്സ് ആണ്. നമ്മുടെ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസയാണ് ക്യാഷ് റെസീപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു സെപ്പറേറ്റ് ക്യാഷറെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യണം. ഓരോ ക്യാഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റഫ് ക്യാഷ് ബുക്കിൽ അത് എൻ്റർ ചെയ്തിരിക്കണം. അതുപോലെ ഓരോ ചെക്ക്, ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കറക്റ്റായിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്തിരിക്കണം, ഒരു രജിസ്റ്ററിൽ എഴുതിയിരിക്കണം. അതുപോലെ ഏതൊരു ചെക്ക് നമുക്ക് കിട്ടുന്നതും അത് സൈഡിൽ ക്രോസ് ചെയ്തുകൊണ്ട് നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട് പേ ഓൺലി എന്ന രീതിയിലുള്ള ചെക്ക് മാത്രമാണ് നമ്മൾ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ എല്ലാ ക്യാഷ് കിട്ടിയ എമൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻ അന്ന് തന്നെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് റീക്യാൻസലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ എത്ര എമൗണ്ടാണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തത്, എത്രയാണ് വിഡ്രോ ചെയ്തത്, അതുപോലെ എത്രയാണ് ഇപ്പോൾ ഉള്ള ബാലൻസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ബാങ്ക് റീക്യാൻസലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡെയിലി പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ ഓരോ എമൗണ്ടും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ഹവേഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, ഇൻ കേസ് ബാങ്കിങ് ഹവേഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ എമൗണ്ട് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതൊരു സെപ്പറേറ്റ് ലോക്കറിൽ, ഒരു വാലറ്റിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അതിൽ നമ്മൾ എഴുതി വെക്കണം ഇറ്റ്സ് എ ലേറ്റ് റെമിറ്റൻസ് എന്ന രീതിയിൽ. പിറ്റേ ദിവസം അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലേറ്റ് റെമിറ്റൻസ് എൻ രജിസ്റ്ററിൽ ആ എമൗണ്ട് കീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ വരുന്നിട്ടുള്ള ക്യാഷ്, നമ്മളെ ബില്ല്, ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ സേഫ് കസ്റ്റഡിയിൽ വെക്കണം. അതൊന്നും ഒരിക്കലും റെസിപ്റ്റ്സും അങ്ങനെ വാരി വലിച്ചിടാൻ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ക്യാഷ് റെസിപ്റ്റിൽ വരുന്ന ഫ്രോഡ് കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി കഴിയുക. പക്ഷേ ഇതൊക്കെ ഒരാൾ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ജോലി ചെയ്യാനും സെപ്പറേറ്റ് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടാവും. ക്യാഷ് കൗണ്ടറിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നത് വേറെ ആളായിരിക്കും. അതുകൊണ്ട് ഇതിൽ റിപ്പീറ്റേഷൻ എന്നുള്ള സംഭവമില്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അതേപോലെ സെപ്പറേറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ വർക്ക് മറ്റൊരാൾ ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു എറർ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരാൾ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനെ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും ഈ ഒരു പ്രോസസ്സിലൂടെ. ഇങ്ങനെയാണ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇനി നമ്മൾ ക്യാഷ് റെസിപ്റ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാഷ് സെയിൽസ്. നമ്മുടെ കമ്പനി ഒരു സെയിൽസുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ബിസിനസ്സിൽ 4 രീതിയിലുള്ള സെയിൽസാണ് വരാറ് സാധാരണ രീതിയിൽ. സെയിൽസ് ഓവർ കൗണ്ടർ, നമ്മുടെ കമ്പനിയിലെ ബിസിനസ് ഒരു ടെക്സ്റ്റൈൽസ് ആണെന്നുണ്ടെങ്കിൽ സാധനം നമ്മൾ വാങ്ങുന്നു, അവിടെ ക്യാഷ്യർ പോയിട്ട് പൈസ അടക്കുന്നു. അതാണ് സെയിൽസ് ഓവർ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി, നമ്മളെ ബിസിനസ്സിൽ തന്നെയുള്ള കൗണ്ടറിൽ വെച്ചിട്ടുള്ള സെയിൽസ്. രണ്ടാമത്തത് സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻസ്. നമ്മുടെ സെയിൽസ്മാന് ലൈനിലൊക്കെ പോയിട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഒരുപാട് ഗുഡ്സുകൾ, നമ്മുടെ ഈ കറി പൗഡറുകൾ, അതേപോലെ
നമ്മളെ എന്താ പറയുക, കുറേ ഫുഡ് പ്രൊഡക്ട്സ് കംപ്ലീറ്റ്, മെഡിസിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് സെയിൽസ് ബൈ ട്രാവൽ ഏജൻസ് ആണ്. അവരിങ്ങനെ ഓരോ ലൈനിൽ ഓരോ റൂട്ടിൽ പോയിട്ട് അവിടുത്തെ കടകളിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടിട്ട് അവർ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യും. അങ്ങനെയാണ് അത് ചെയ്യാറുള്ളത്. മൂന്നാമത്തെ രീതിയിൽ സെയിൽസ് നടക്കാൻ സാധ്യത പോസ്റ്റൽ സെയിൽസാണ്. പോസ്റ്റൽ സെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിലേക്ക് ഓരോരുത്തർ ലെറ്റർ അയച്ചിട്ട് ആ ലെറ്റർ പ്രകാരം നമ്മൾ സാധനങ്ങൾ കൈമാറുക, അതിനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യും. നാലാമത്തെ സെയിൽസിൻ്റെ മെത്തേഡാണ് ഓൺലൈൻ ട്രേഡിംഗ് ത്രൂ കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ 4 രീതിയിലാണ് ഒരു കമ്പനിയിൽ സെയിൽസ് നടക്കാറ്. അപ്പോൾ ഈ സെയിൽസ് നടക്കുന്ന സമയത്ത് എററും ഫ്രോഡും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സിംഗിൾ എംപ്ലോയിനെ കൊണ്ട് എല്ലാ വർക്കും ചെയ്യിക്കാതെ ഒന്നോ അതിൽ കൂടുതലോ എംപ്ലോയീസിനെ അവിടെ ഇരുത്തും. എന്നിട്ട് നമുക്ക് ഈ ഓരോ സെയിൽസിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരാൾ വർക്ക് ഒരിക്കലും മറ്റൊരാൾ ചെയ്യുന്നില്ല, പക്ഷേ മറ്റേ ആൾ എ എന്നുള്ള ആൾ വർക്ക് ബി എന്നുള്ള ആൾ ചെയ്യുന്നില്ല. ബി എന്നുള്ള ആൾ അയാൾക്ക് എന്താണോ ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ് ബി എന്നുള്ള ആൾ ചെയ്യുന്നത്. പക്ഷേ ഈ ബി എന്നുള്ള ആൾ ചെയ്യുന്ന വർക്ക് എ എന്നുള്ള ആളെ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ, അല്ലെങ്കിൽ ആ എ എന്നുള്ള ആളെ വർക്കിൽ എന്തെങ്കിലും എററോ മിസ്റ്റേക്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി എന്നുള്ള ആൾക്ക് എളുപ്പത്തിൽ അത് കാണാൻ പറ്റും. അതാണ് സത്യത്തിൽ ഇൻറ്റേർണൽ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനിലേക്ക് പോവാണ്. ആദ്യത്തെ സെയിൽസ് ഓവർ കൗണ്ടർ. നമ്മുടെ കൗണ്ടറിലുള്ള സെയിൽസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൗണ്ടറിൽ നമ്മൾ സെയിൽസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെപ്പറേറ്റ് സെയിൽസ്മാൻ ഉണ്ടായിരിക്കും. ഓരോ കൗണ്ടറിലും ഓരോ സെയിൽസ്മാൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ സെയിൽസ്മാനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഓരോ കൗണ്ടറിന് ഓരോ നമ്പർ ഉണ്ടായിരിക്കും. ഓരോ സെയിൽസ്മാൻ്റെ അടുത്തും സെയിൽസ് മെമ്മോ ബുക്കുകൾ, അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനുള്ള ബുക്കുകൾ, സെയിൽസ് മെമ്മോ ബുക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ സെയിൽസ് മെമ്മോ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്പറോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറുകളായിട്ടോ ഉള്ള സെയിൽസ് മെമ്മോ ബുക്കുകളാണ് ഓരോ സെയിൽസ്മാനും കൊടുക്കാറുള്ളത്. അതുപോലെ ക്യാഷ് സെയിൽസ് നടക്കുന്ന സമയത്ത് 3 കോപ്പി എടുക്കും എപ്പോഴും. ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്തും സെയിൽസ്മാൻ ഷുഡ് ബി പ്രിപ്പയർ 4 കോപ്പീസ് 4 കോപ്പീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഒരു കോപ്പി അദ്ദേഹം വെച്ചിട്ട് ബാക്കി 3 കോപ്പി കസ്റ്റമർ എടുത്ത് കൊടുക്കും. എന്നിട്ട് ആ കസ്റ്റമർ ആ മെമ്മോ കാര്യങ്ങളൊക്കെ 3 കോപ്പി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അടുത്ത കൗണ്ടറിൽ പോകും. അങ്ങനെ അത് ഒഫീഷ്യലി സിഗ്നേച്ചർ ചെയ്ത് പ്രൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം 3 കോപ്പി മെമ്മോ ഉണ്ടല്ലോ, ആ മെമ്മോ അടുത്ത കൗണ്ടറിൽ കൊടുക്കും. ആ കൗണ്ടറിൽ നമ്മളെ ക്യാഷ്യർ എന്ത് ചെയ്യും, ആ ക്യാഷ് സ്വീകരിക്കും. സെയിൽസ്മാൻ നമ്മളെ സാധനം വിറ്റ ഒരു 4 കോപ്പി ഉണ്ടാവും അയാൾ പ്രിൻ്റ് ചെയ്യുന്നതിൽ, സെയിം എമൗണ്ടിൻ്റെ 1 കോപ്പി സെയിൽസ്മാൻ്റെ അടുത്ത് വെക്കും. എന്നിട്ട് 3 കോപ്പി കസ്റ്റമർ എടുത്ത് കൊടുത്തിട്ട് അടുത്ത കൗണ്ടറിൽ പോയിട്ട് പേ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അയാൾ 3 കോപ്പിയുമായിട്ട് അടുത്ത കൗണ്ടറിലെത്തുന്നു. അയാൾ അവിടെ നിന്ന് ക്യാഷ് പേ ചെയ്യുന്നു. ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് സെയിൽസ്മാൻ ആ ക്യാഷ്യർ ഒന്ന് ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത്. എന്നിട്ട് ക്യാഷ് റിസീവ്ഡ് എന്നുള്ള സ്റ്റാമ്പ് അടിച്ച് എല്ലാത്തിലും 3ലും ക്യാഷ് റിസീവ്ഡ് എന്നുള്ള സ്റ്റാമ്പ് അടിച്ച് അത് നേരെ നമുക്ക് റിട്ടേൺ തരും. 2 കോപ്പി റിട്ടേൺ തരും. 1 കോപ്പി അയാൾ അവിടെ വെക്കും. ഈ കോപ്പിയുമായിട്ട് നമ്മൾ നേരെ വരുന്നത് അടുത്തത് നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന ആളാണ്. ആ ഡെലിവറി പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഗുഡ്സ് എന്ത് ചെയ്യും, ഡയറക്റ്റ് നമ്മളെ ആ 2 കോപ്പി നമ്മളവിടെ കൊടുക്കും. ക്യാഷ് അടിച്ച അതിൽ ക്യാഷ് റിസീവ്ഡ് എന്നുള്ള സീലുണ്ടാവും. അതിൽ ആ കൗണ്ടറിൽ നിന്ന് ഒരാൾ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ ബില്ല് നമ്മളെടുത്ത് തരികയും അതിൻ്റെ കോപ്പി ആയിട്ട് അവരുടെ അടുത്തുണ്ടാവും. ഇത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐഡിയ, ഒരു ടെക്സ്റ്റൈൽസിലാണ് ഈ ഒരു പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. ടെക്സ്റ്റൈൽസിൽ നമ്മളൊരു സെയിൽസ്മാൻ്റെ അടുത്ത് നമ്മളൊരു ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷർട്ട് വാങ്ങുമ്പോൾ അയാൾ അവിടെ ഒരു സിസ്റ്റത്തിൽ നിന്ന് അയാൾ എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നമ്പർ അയാൾ എൻ്റർ ചെയ്യും ബില്ലുണ്ടാക്കുന്ന ആളടുത്ത് നിന്ന്. അങ്ങനെ ആ സെയിൽസ്മാൻ അയാളെ നമ്പർ കൊണ്ടുപോയിട്ട് ആ ബില്ലുണ്ടാക്കുന്ന ആളടുത്ത് കൊടുക്കും. ആ ബില്ലുണ്ടാക്കുന്ന ആൾ ആ ബില്ല് ക്രിയേറ്റ് ചെയ്തിട്ട് 1 കോപ്പി ആ ബില്ലുണ്ടാക്കുന്ന ആൾ വെച്ചിട്ട് 3 കോപ്പി കസ്റ്റമർ എടുത്ത് കൊടുക്കും. ആ 3 കോപ്പി കസ്റ്റമർ നേരെ അവിടെ പോയിട്ട് ആ ബില്ലായിട്ട് കൗണ്ടറിൽ കൊടുക്കും. കൗണ്ടറിൽ കൊടുക്കുന്ന സമയത്ത് കൗണ്ടറിൽ നമ്മൾ ക്യാഷ് അടിച്ച് ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് വന്നിട്ട് 1 കോപ്പി അവിടെ തന്നെ വെക്കും, അതായത് ക്യാഷ് കൗണ്ടറിൽ വെക്കും. ബാക്കി 2 കോപ്പി കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കും. കസ്റ്റമർ അത് നേരെ എടുത്തിട്ട് എവിടെയാണോ നമ്മളെ ഷർട്ട് ഡെലിവറി ചെയ്യുന്നത്, നമ്മൾ പാക്കാക്കി വെച്ചിട്ടുണ്ടാവും, ആ പാക്കാക്കി വെക്കുന്നിടത്ത് നമ്മൾ സാധനം കൊടുക്കും.
അങ്ങനെ ആ സാധനം ബില്ല് കൊടുക്കും. ആ ബില്ല് കൊടുത്തിട്ട് അതിൽ ഒരു കോപ്പി അവരെന്ത് ചെയ്യും വാങ്ങിയിട്ട് അവരവിടെ നിന്ന് സാധനം ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടിലും അടിക്കും. അപ്പോൾ നമ്മൾ ഒറിജിനൽ ബില്ലിൽ ക്യാഷ് റിസീവ്ഡ് എന്നുള്ള സ്റ്റാമ്പ് ഉണ്ടായിരിക്കും, അതുപോലെ ഡെലിവേർഡ് എന്നുള്ള സ്റ്റാമ്പ് ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതാണ് സെയിൽസ് ഓവർ കൗണ്ടർ. കൗണ്ടറിലുള്ള സെയിൽസ്, അതായത് ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്. ട്രാവലിംഗ് ഏജൻറ്റിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ട്രാവലിംഗ് ഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയാം, ട്രാവലിംഗ് ഏജൻസ് എന്ന് പറഞ്ഞാൽ അവർ ലൈനിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റൂട്ടിൽ പോയിട്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ, അതായത് അവിടെ ബിസിനസ്സും കാര്യങ്ങളും നടത്തും. ബിസിനസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് സാധനം ഡെലിവറി ചെയ്യും, അവിടുന്ന് ക്യാഷ് കളക്ട് ചെയ്യും, എല്ലാ പ്രോസസ്സും ഉണ്ട്. അപ്പോൾ ഇവരടുത്ത് ക്യാഷ് കളക്ട് ചെയ്ത് വരുമ്പോൾ ഇവർക്ക് ഒരിക്കലും നമ്മൾ ഒറിജിനൽ ബില്ല് കൊടുത്തയക്കില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു റഫ് ക്യാഷ് മെമ്മോ ആണ് ഇവരടുത്ത് കൊടുത്തയക്കുന്നത്. അതിൽ അവർ എഴുതിയ ഒറിജിനൽ എമൗണ്ട് നമ്മളെ ക്യാഷ്യറിൽ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ക്യാഷ് കൗണ്ടറിൽ എത്തിയുമ്പോൾ മാത്രമാണ് ട്രാവലിംഗ് ഏജൻറ്റിന് നമ്മൾ ഒറിജിനൽ ബില്ല് കൊടുക്കുന്നത്. പിന്നെ ഒരു കാരണവശാലും ട്രാവലിംഗ് ഏജൻറ്റിന് അവരെ കമ്മീഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തന്ന എമൗണ്ടിൽ നിന്ന് എടുക്കാൻ ഒരിക്കലും അയക്കരുത്. ഫുൾ എമൗണ്ട് നമ്മളെ കമ്പനിയിൽ അടച്ചതിന് ശേഷം ഇൻ കേസ് വല്ല റിട്ടേണോ സാധനങ്ങൾ റിട്ടേണോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഉള്ള സാധനങ്ങൾ റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സെയിൽസ് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ ഒരു കാരണവശാലും കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കമ്പനിക്ക് അയാളുടെ നിന്ന് തിരിച്ച് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് ഫുൾ എമൗണ്ടും ട്രാവലിംഗ് ഏജൻറ്റ് ഇവിടെ അടിച്ചിട്ട് അവർ ഒറിജിനൽ ബില്ല് തരും. ആ ബില്ലുമായിട്ട് കസ്റ്റമർ പോയി കാണേണ്ട, കസ്റ്റമർക്ക് കൊടുക്കുക. മൂന്നാമത്തേത് പോസ്റ്റ് അല്ലെങ്കിൽ സെയിൽസ് അണ്ടർ മെയിൽ ഓർഡർ ബിസിനസ് ഓർ ടെലി മാർക്കറ്റിംഗ്. നമ്മൾ ഫോണിലൂടെയൊക്കെ വിളിച്ചിട്ടുള്ള മാർക്കറ്റിങ്, അത് അങ്ങനെയൊക്കെ സാധനം വാങ്ങിക്കൂലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യും. അതിൻ്റെ പേരാണ് VPP രജിസ്റ്റർ എന്ന് പറയും. അങ്ങനെ ആ രജിസ്റ്റർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ രജിസ്റ്ററിൽ കസ്റ്റമർ ഡേറ്റ്, ഡിസ്പാച്ച് ചെയ്യുന്ന ഡേറ്റ്, കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. നമ്മളത് റഫായിട്ട് പ്രിപ്പയർ ചെയ്യും. എപ്പോഴാണോ സാധനം ഡെലിവറി ആകുന്നത് ആ സമയത്ത് ആ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് അതിൽ നമുക്ക് സാധനം ഡെലിവറി ആയിട്ട് ആ ഒരു റഫ് ക്യാഷ് മെമ്മോ ആണ് നമ്മൾ അടിക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഇങ്ങോട്ട് ഒറിജിനൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒറിജിനൽ ക്യാഷ് റിസീവ്ഡ് എന്നിട്ടോ ഒന്നെങ്കിൽ മെയിലായിട്ടോ ആ രൂപത്തിൽ അവർക്ക് അയച്ചു കൊടുക്കാറ്. ഇനി വേറൊരു പുതിയ ന്യൂ ട്രെൻഡാണ് ഓൺലൈൻ ട്രേഡിംഗ്. അതേപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ, കൊമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നെറ്റ് ബാങ്കിങ്, സൈബർ ബാങ്കിങ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ്, കമ്പനിയിൽ സാധനം വാങ്ങിക്കുന്ന പ്രോസസ്സാണ് ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഷോപ്പിംഗ് ബാസ്ക്കറ്റ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ക്യാഷ് ഡെലിവറി, അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാഷ് ഇപ്പോൾ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് വാങ്ങിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ആമസോൺ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ക്യാഷ് കിട്ടി. അപ്പോൾ നമ്മൾ മണി രജിസ്റ്റേർഡ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചില സമയത്ത് ക്രെഡിറ്റ് ഉണ്ടാവും, ചില സമയത്ത് EMI രൂപത്തിലൊക്കെ പേയ്മെൻറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ ഏത് രൂപത്തിലാണോ നമ്മൾ റിസീവ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റെസിപ്റ്റും കാര്യങ്ങളും മേക്ക് ചെയ്യും. ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും, നമ്മൾ ബില്ല് അതിന് കൂടെ അയക്കും. ഒറിജിനൽ ബില്ല് റിസീവ് ചെയ്താൽ, ക്യാഷ് റിസീവ് ചെയ്താൽ ഒറിജിനൽ ബില്ല് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇതുവരെ നമുക്ക് കിട്ടിയത് ക്യാഷ് റെസിപ്റ്റുകളാണ്. ഇനി നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് കമ്പനി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ഇല്ലാത്ത വൗച്ചറിൻ്റെ പേരിൽ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ കമ്പനി ഇൻറ്റേർണൽ ചെക്ക് നടത്തുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോയിൻറ്റ്സുകളാണ് ആ 9 പോയിൻറ്റ്സ്. ഒന്ന്, ഫിക്റ്റീഷ്യസ് വൗച്ചേഴ്സ്, ഇല്ലാത്തവർ എന്തെങ്കിലും വൗച്ചറൊക്കെ എഴുതി, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വൗച്ചറൊക്കെ എഴുതി വിടും. അപ്പോൾ ആ വൗച്ചർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ബില്ല് ഉണ്ടാക്കിയിട്ട്, ഒറിജിനൽ ബില്ലിൻ്റെ ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കിയിട്ട് ക്യാഷ് പേയ്മെൻറ്റിന് സാധ്യത ഉണ്ട്, അത് ശ്രദ്ധിക്കണം പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത്. അതേപോലെ പേയ്മെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് റിസീവ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും പേയ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. ഇൻ ദി കേസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജ് കൊടുക്കുന്ന സമയത്ത്, വേജിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാനുണ്ട്. വേജ് കൊടുക്കുന്ന സമയത്ത് ഒറിജിനൽ ആൾക്കാർ തന്നെ ആണോ, ഡമ്മി അല്ലാത്ത ആൾക്കാർ തന്നെ ആണോ വന്നിട്ടുള്ളത്, ഒറിജിനൽ വർക്കേഴ്സിന് തന്നെയാണോ കൊടുക്കുന്നത് എന്നുള്ള രൂപം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്.
അതുപോലെ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ റോങ് പേയ്മെൻറ്റ് നടത്താനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ വേറെ രൂപത്തിലുള്ള പേയ്മെൻറ്റ്സ് മിസ്അപ്രോപ്രിയേഷനൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ മേ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ് റിലേറ്റഡ് പേഴ്സണൽ എക്സ്പെൻസ് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ്. ചില മാനേജേഴ്സ് ചെയ്യുന്നതാണ്, അവരെ പേഴ്സണൽ എക്സ്പെൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരും. ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ പേയ്മെൻറ്റിന് ക്യാഷ് പേയ്മെൻറ്റ് നമുക്ക് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇൻറ്റേർണൽ ചെക്ക്. നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ ഒരു മെഷേഴ്സ് എടുക്കുകയാണ് അതുപോലത്തെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റ് തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, 2 രീതിയിലുള്ള പേയ്മെൻറ്റാണ് കമ്പനിയിൽ ഉണ്ടായിരിക്കുക. ഒന്ന് ക്യാഷ് ബിഗ് എമൗണ്ടുകൾ, വലിയ വലിയ എമൗണ്ടുകൾ ഉണ്ടാവും. രണ്ടാമത് സ്മോൾ എക്സ്പെൻസസ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെറ്റി പേയ്മെൻറ്റ്. പെറ്റി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ക്യാഷ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ പേയ്മെൻറ്റ് ഓഫ് ബിഗ് എമൗണ്ട്. എ സെപ്പറേറ്റ് പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ഡീലിംഗ് വിത്ത് ദ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് നോൺ ആസ് ദ പെറ്റി ക്യാഷർ. അതായത് വലിയ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ പെറ്റി ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെറ്റി ക്യാഷറും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും പെറ്റി ക്യാഷ് എന്നുള്ള പേര് പെറ്റി ക്യാഷർ എന്നാണ്. അയാൾ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, സ്മോൾ ട്രാൻസാക്ഷൻ ചെറിയ എമൗണ്ട് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് ഒരു കമ്പനിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് വേണ്ടി വരും. ആ സമയത്ത് ഇപ്പോൾ എപ്പോഴും പോയിട്ട് വലിയ വലിയ എമൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് കമ്പനിയിൽ ഡേ ടു ഡേ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റി ക്യാഷറെടുത്ത് ക്യാഷ് എമൗണ്ട് കൊടുക്കും. അയാൾ ഓരോ ട്രാൻസാക്ഷൻസും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് എത്രയാണോ അന്നത്തെ ഡെയിലി ക്യാഷ് എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ അത് ഫൈനലൈസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് ആക്കിയിട്ട് ഇവർക്ക് മെയിൻ ക്യാഷർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെറിയ ചെറിയ എമൗണ്ടുകളൊന്നും അതിൽ മിസ്സായി പോവില്ല. പിന്നെ ചെറിയ എമൗണ്ടുകളാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. എന്തിനാണിത് ചിലവാക്കിയത്, എങ്ങനെയാണിത് എക്സ്പെൻസുകൾ പോയിട്ടുള്ളത്, അതിന് കറക്റ്റ് ബില്ലും കാര്യങ്ങളും എല്ലാം അയാൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. പെറ്റി ക്യാഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മെയിൻ ക്യാഷർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറില്ല. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വേജാണ്. കമ്പനിയിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ വേജിൽ സംഭവിക്കാറുണ്ട്. വലിയ ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂജ് എംപ്ലോയീസ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് എംപ്ലോയീസ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ എംപ്ലോയിനെ നമ്മൾ പോയിട്ട് നോക്കാൻ കഴിയില്ല. അപ്പോൾ വേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എററും ഫ്രോഡും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് എങ്ങനെയൊക്കെയാണ് വരിക എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഡമ്മി വർക്കർ, ഗോസ്റ്റ് വർക്കർ എന്നുള്ള ടേം എന്താണെന്നുണ്ടെങ്കിൽ, ഗോസ്റ്റ് എന്നാൽ പ്രേതാണ്. സത്യത്തിൽ അങ്ങനെ ഒരാൾ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷേ നമ്മളെ ഈ വർക്ക് ഏൽപ്പിച്ച ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു പേരൊക്കെ എഴുതിയിട്ട് അവരുടെ പേരിലൊക്കെ വേജ് ഷീറ്റിൽ എൻ്റർ ചെയ്യും. അങ്ങനെ അവരുടെ സാലറിയൊക്കെ അവർ വാങ്ങിക്കൂട്ടും. അപ്പോൾ അങ്ങനത്തെ വേജ് കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടും, അതുപോലെ ഓരോ വർക്കേഴ്സിൻ്റെ രജിസ്റ്റർ ചെയ്ത് കറക്റ്റാക്കി നമ്മൾ കൊടുക്കണം. പാഡിങ് എന്നുള്ള മെത്തേഡ് വഴി. അത് പാഡിങ് എന്നുള്ള മെത്തേഡ് എന്താണെന്നുണ്ടെങ്കിൽ, ദ നെയിം ഓഫ് വർക്കേഴ്സ് ഹൂ ഹാസ് രജിസ്റ്റേർഡ് ഓർ ഹൂസ് സർവീസ് dispensed with might have been included in the wage sheet or ex-employees are entered in the wages. This method is known as padding. അതായത് ഒരു എംപ്ലോയി നമ്മളെ കമ്പനിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, അയാളുടെ പൊസിഷൻ എന്താണ്, അയാളുടെ വേജ് എന്ന വേജ് ഷീറ്റിൽ അയാളുടെ പേര് ചെയ്താൽ പാഡിങ് നടത്തുക. പിന്നെ അതേപോലെ ഓവർ സ്റ്റാർട്ടിങ് ഓഫ് റേറ്റ് ഓഫ് വേജ് നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ നമ്പർ ഓഫ് ഹവേഴ്സ്, എത്രയാണ് അവർക്ക് ഈ വർക്ക് ചെയ്തത്. ചില സമയത്ത് ഓവറായിട്ട് എഴുതി 10 മണിക്കൂർ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അവർ ചിലപ്പോൾ 12 മണിക്കൂർ എന്നൊക്കെ എഴുതും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അതേപോലെ പീസ് റേറ്റ്, ടൈം റേറ്റ് ഒക്കെ ഉണ്ടാകുന്നതിൽ എറർ, ഫ്രോഡൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത് വരുന്നത് ഫ്രോഡുലൻ്റ് മാനിപ്പുലേഷൻ ഓഫ് അൺക്ലെയിംഡ് വേജസ്. ആ സാലറി വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും. പിന്നെ അതേപോലെ ഡെലിബറേറ്റ്ലി ചില സമയത്ത് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കും. പിന്നെ ക്ലറിക്കൽ എറർ സംഭവിച്ചിട്ട് വേജ് ഷീറ്റിൽ ഒരുപാട് ആവശ്യമില്ലാത്ത വേജുകളൊക്കെ വരും. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ വേജസ് നമ്മുടെ അടുത്ത് നിന്ന് മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ട് പോകാം. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നല്ലൊരു ഗുഡ് വേജ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യാൻ, ഇൻറ്റേർണൽ ചെക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് ഇൻറ്റേർണൽ ചെക്ക്
റിഗാർഡിങ് വേജസ് നടത്താൻ വേണ്ടിയിട്ട് 3 രീതിയിലുള്ള മെത്തേഡാണുള്ളത്. ഒന്ന് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ്. വേജ് റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടാമത് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഓഫ് വേജ്. ഇത് മൂന്നും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് വേജിൽ വല്ലാതെ മിസ്റ്റേക്സ് വരില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വേജ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ടൈം റെക്കോർഡാവാം, പീസ് വർക്ക് റെക്കോർഡാവാം, ഓവർ ടൈം റെക്കോർഡ്, പാസ് ഔട്ട് റെക്കോർഡ്സ്. ഇതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ടൈം റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം റെക്കോർഡ് തന്നെ 3 രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ടൈം റെക്കോർഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, യൂസ് ഓഫ് ടോക്കൺസ്, അറ്റൻഡൻസ് കാർഡ്. ഒരാൾ ഒരു കമ്പനിയിൽ വന്നിട്ട് എത്ര സമയം അയാൾ വർക്ക് ചെയ്തു, 8 മണിക്കൂർ വർക്ക് ചെയ്തു, 9 മണിക്കൂർ വർക്ക് ചെയ്തു, ഈ ഒരു പ്രോസസ്സാണ്. അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ വന്ന സമയം പോയ സമയം നോക്കും, അതാണ് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ യൂസ് ഓഫ് ടോക്കൺ, അയാൾ വരുന്ന സമയത്ത് അയാൾക്ക് ടോക്കൺ കൊടുക്കും, ആ കൗണ്ടറിൽ നിന്ന് അയാൾ ഇറങ്ങി പോകുന്ന സമയത്ത് ആ ടോക്കൺ അയാൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ എത്ര സമയത്താണ് അയാൾ വർക്ക് ചെയ്ത് മനസ്സിലാവും. അതേപോലെ അയാൾ വന്ന അറ്റൻഡൻസിൻ്റെ രജിസ്റ്റർ, അറ്റൻഡൻസ് കാർഡ്. ഈ 3 രീതിയിൽ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്ത്, എത്ര സമയം അയാൾ വർക്ക് ചെയ്ത് നോക്കിയിട്ട് അയാളെ വേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ടൈം റെക്കോർഡ്. രണ്ടാമത്താണ് വേജ് റെക്കോർഡ്, പീസ് വർക്ക് റെക്കോർഡ്. പീസ് വർക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വർക്കുകൾക്ക് വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിനല്ല, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു 100 രൂപ അങ്ങനെയൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും, ഓരോ വർക്ക് ഏറ്റെടുക്കും. ഈ പ്രോസസ്സാണ് സത്യത്തിൽ പീസ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂന്നാമത്തത് ഓവർ ടൈം റെക്കോർഡ്. ഒരു എംപ്ലോയിക്ക് കമ്പനി നോർമലി അയാൾക്ക് പ്രിഫർ ചെയ്ത സാലറി പ്രകാരം അയാൾ 8 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇനി ഇൻ കേസ് അയാൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അയാൾക്ക് എക്സ്ട്രാ സാലറി കൊടുക്കും. ആ പ്രോസസ്സാണ് ഓവർ ടൈം റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പാസ് ഔട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനീൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, കമ്പനി വിട്ട് പുറത്തു പോകും. അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ അയാൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അയാൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്. പക്ഷേ അയാൾ ഫസ്റ്റ് വന്ന് രജിസ്റ്റർ ചെയ്തു, ലാസ്റ്റ് പോകാൻ സമയത്ത് അയാൾ തിരിച്ചു വന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് സത്യത്തിൽ നഷ്ടമാണ്. അയാൾ ആ സമയത്ത് അതിൻ്റെ ഇടയിലുള്ള സമയത്ത് നമ്മളെ കമ്പനിയിലില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് പാസ് ഔട്ട് റെക്കോർഡ് മേക്ക് ചെയ്യും. പാസ് ഔട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സൂപ്പർവൈസർ അയാൾക്ക് പുറത്ത് പോകാനുള്ള ഒരു പെർമിഷൻ കൊടുക്കും. ആ പെർമിഷൻ സൂപ്പർവൈസർ ഒരു കോപ്പി എടുത്ത് വെക്കും. അതുപോലെ കമ്പനിയിലെ ഗേറ്റ് കീപ്പർ എടുത്ത് ഇയാൾ ഒരു കോപ്പി കൊടുക്കണം. അങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യൽ, എപ്പോഴാണ് അയാൾ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതിന് ശേഷം പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് എന്താണ് അയാളുടെ ജോലി, എന്തിനാണ് അതിൻ്റെ ബേസ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടാവും, എന്താണ് അതിൻ്റെ നേച്ചർ എന്നുള്ളത്. അതേപോലെ ഒരു സെപ്പറേറ്റ് ഷീറ്റ് ഉണ്ടാവും, വർക്കേഴ്സ് പീസ് റേറ്റ് ആണോ അല്ലെങ്കിൽ അതേപോലെ ടൈം റെക്കോർഡാണോ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ചെക്കിങ് ദ വേജ് ഷീറ്റ്, നമ്മൾ ഒറിജിനൽ വേജ് ഷീറ്റിൽ അവർ എത്രത്തോളം കറക്റ്റായിട്ട് ഇതും എമൗണ്ടും അതും കറക്റ്റാണോ നോക്കും. അതിന് ശേഷം എംപ്ലോയിൻ്റെ സിഗ്നേച്ചർ നോക്കും. അതിന് ശേഷം ആ എംപ്ലോയിൻ്റെ സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അപ്രൂവൽ എടുത്തിട്ട് നേരെ പേയ്മെൻറ്റ് നടത്തും. ഇനി ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ശരിക്ക് ആ ഒരു സെക്ഷനിലുള്ള HR ഡിപ്പാർട്ട്മെൻറ്റിൽ വേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ വേജ് ഷീറ്റും അതേപോലെ ടൈം റെക്കോർഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ നേരെ അത് പോയിട്ട് അപ്രൂവലിന് അയക്കും. അപ്രൂവൽ അയച്ചു കഴിഞ്ഞാൽ അയാൾ ഡയറക്റ്റ് ആ എമൗണ്ട് വാങ്ങി വന്നിട്ട് അതാത് ആൾക്കാർ, ചില ആൾക്കാർക്ക് ബൈ ഹാൻഡ് കൊടുക്കും, ചില ആൾക്കാർ അതായത് എങ്ങനെയാണോ അവരെ വേജ് പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും, അതല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുക്കും. ഏത് രൂപത്തിലാണ് അവർക്ക് കൊടുക്കേണ്ടത് ആ രീതിയിൽ അവർക്ക് പേയ്മെൻറ്റ് നടത്തും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റേർണൽ ചെക്ക് റിഗാർഡിങ് പർച്ചേസ്. നമ്മളെ കമ്പനിയിലേക്ക് ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന എമൗണ്ടിനേക്കാളും 10 രൂപ ഏറെ കമ്മീഷൻ അടിച്ചിട്ട് ഞാൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിൽ കമ്പനിയിൽ നഷ്ടം വരാം. അപ്പോൾ ഒരു കമ്പനിയിൽ നോർമലി ഒരു പർച്ചേസ് ആക്ടിവിറ്റി നടക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കും, ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ട് പറഞ്ഞിട്ട്, മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ആ റിക്വസ്റ്റ് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന സപ്ലയേഴ്സ്, നമുക്ക് റോ മെറ്റീരിയൽസ് തരുന്ന സപ്ലയേഴ്സ്, ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും. അവരുടെ നിന്നെല്ലാം ടെൻഡറുകൾ, അവരെ കൊട്ടേഷൻസൊക്കെ നമ്മൾ സ്വീകരിക്കും. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കമ്പനിയിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടും നമ്മളെ കമ്പനിയിലേക്ക് 100% ക്വാളിറ്റിയും പ്രൈസും ടൈമും എല്ലാം നോക്കിയിട്ട് നമുക്ക് 100% ഓക്കെ ആണെന്ന് തോന്നുന്നത് അവർക്ക് ആരാണോ ആ ടെൻഡർ നൽകിയത് അവർക്ക് ആ ഓർഡർ പ്ലേസ് ചെയ്യും. അതിൻ്റെ ശേഷം
അവർ ആ ഗുഡ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് തരും. ഗുഡ്സ് വന്ന് തരുന്ന സമയത്ത് അവർ ഇൻവോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഇൻവോയ്സ് വെച്ചിട്ട് നമ്മൾ ഇൻവോയ്സ്, അതായത് അവർ ഗുഡ്സ് നമ്മുടെ അടുത്ത് ഇറക്കി കഴിഞ്ഞാൽ അവർ ബില്ല് നമുക്ക് തരും. നമ്മളെ കമ്പനി അതിനനുസരിച്ച് ഇൻവോയ്സ് മേക്ക് ചെയ്യും. ഇൻവോയ്സ് മേക്ക് ചെയ്തിട്ട് നേരെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് സാധാരണ രീതിയിൽ പർച്ചേസ് നടക്കാറില്ല. അപ്പോൾ ഇതൊന്നും ഒരൊറ്റ സിംഗിൾ പേഴ്സൺ ചെയ്യുന്ന ജോലിയല്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സെക്ഷനായിട്ടാണ് ഓരോ ജോലികൾ ചെയ്യുന്നത്. ഇനി അതുപോലെ ചില സമയത്ത് പർച്ചേസ് റിട്ടേൺ ഉണ്ടാവും. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു, ഇൻ കേസ് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് എത്താത്ത അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ട് നമ്മളത് റിട്ടേൺ കൊടുക്കും. ആ സംഭവമാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ആ ഗുഡ്സ് അങ്ങോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് വരാനുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. എത്ര ഗുഡ്സാണ് പോയതെന്ന് മനസ്സിലാക്കണം. അതിനുള്ള നോട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ക്രെഡിറ്റ് നോട്ട് മേക്ക് ചെയ്തിട്ട് അത് അതിനോട് കൂടെ അയക്കും. അത് അവർ അപ്രൂവ് ചെയ്തിട്ട് ഇത്തരം സാധനങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ആ എമൗണ്ട് ഞങ്ങൾ തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് ഇങ്ങോട്ട് തിരിച്ച് വരും. ആ ക്രെഡിറ്റ് നോട്ടിനൊപ്പം ആ സാധനം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ബില്ല് നമുക്ക് ഇത്ര എമൗണ്ട് പർച്ചേസ് റിട്ടേൺ, നമ്മൾ വാങ്ങിയ സാധനം നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള പ്രോസസ്സാണ്. ഒരാൾ ചെയ്ത് മറ്റേ നോക്കില്ല. ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേണിൻ്റെ ഇൻറ്റേർണൽ ചെക്ക് വരുന്നത്. ഇനി ഇൻറ്റേർണൽ ചെക്ക് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.